എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ പ്രേക്ഷകർ അമിത പ്രതീക്ഷയോടെയല്ലാതെ വളരെ വലിയ ഹൈപ്പൊന്നും കൊടുക്കാതെ കാണാൻ കാത്തിരിക്കുന്ന മലയാളത്തിലെ സൂപ്പർ താര ചിത്രമാണല്ലോ ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രം. ഡൊമിനിക്കിന്റെ റിലീസിന് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഈ വരുന്ന ജനുവരി 23-നാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസിനെത്തുന്നത്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. ചില തിയേറ്ററുകളിൽ അപ്ഡേറ്റ് ആയി വരുന്നതേ ഉള്ളൂ. എങ്കിലും ചിത്രത്തിന്റെ ആദ്യ ഷോ 23-ാം തീയതി കേരളത്തിൽ ആരംഭിക്കുന്നത് രാവിലെ 9 മണിയോടുകൂടിയാണ്. ഡൊമിനിക്കിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച പല തിയേറ്ററുകളിലും മികച്ചൊരു ബുക്കിംഗ് കാണാൻ സാധിക്കുന്നില്ലെന്ന് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും വരുന്ന ദിവസങ്ങളിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് മികച്ചതിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുമല്ലെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ മികച്ചൊരു അഭിപ്രായം ചിത്രത്തിന് നേടാൻ സാധിച്ചാൽ പിന്നീട് ചിത്രത്തിന്റെ ബുക്കിംഗിലും മികച്ചൊരു ബുക്കിംഗിലേക്ക് പോകുമെന്ന് തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും. ഏകദേശം ചിത്രത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറും 33 മിനിറ്റുമാണ്. ഡൊമിനിക്കിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്ന് പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഡൊമിനിക്കിന്റെ അണിയറ പ്രവർത്തകർ ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതായിരിക്കും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഡൊമിനിക്കിന്റെ ആദ്യ ദിവസം വലിയ മാർജിനുള്ള തിയേറ്റർ കൗണ്ട് അല്ല ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിലടക്കം ലഭിച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് പോലെ തന്നെ സൈലന്റായി തിയേറ്ററുകളിലെത്തി മികച്ച വിജയം തിയേറ്ററിലൂടെ നേടാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഡൊമിനിക് എന്ന സിനിമ ഈ വരുന്ന ജനുവരി 23-ാം തീയതി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഏത് തിയേറ്ററിലാണ് പോകുന്നതെന്ന് കൂടി താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.